നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് കുറച്ച് ത്രില്ലർ ഡോക്യൂ സീരീസിൻ്റെ കുറച്ച് സജഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പറയാൻ പോകുന്ന എല്ലാ ഡോക്യൂ സീരീസും നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാൻ സാധിക്കുന്നതാണ്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അമേരിക്കൻ മർഡർ ദി ഫാമിലി നെക്സ്റ്റ് ഡോർ. ഈ ഒരു സീരീസ് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡോക്യൂ സീരീസാണ്. കാര്യം ഇതിൻ്റെ ഒരു അവതരണ ശൈലി വളരെയധികം വ്യത്യസ്തമാണ്. ഇതൊരു മർഡർ മിസ്റ്ററി ബേസ് ചെയ്തിട്ടുള്ളൊരു സീരീസാണ്, ഒരു ഡോക്യൂ സീരീസാണ്. ആക്ച്വലി ഇതിൻ്റെ ഒരു ഞാൻ എന്തുകൊണ്ടാണ് ഇത് വ്യത്യസ്തമാണ് എന്ന് പറയാൻ കാര്യം, ഇതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒട്ടും ഡ്രാമാറ്റിക് അല്ല. ഇത് ഡ്രാമാറ്റിക് വിഷ്വൽസ് ഇല്ല, ഡ്രാമാറ്റിക് മ്യൂസിക് ഇല്ല. കാര്യം ഇതിൻ്റെ ഒരു അവതരണം എന്ന് പറയുമ്പോൾ റിയൽ ഫൂട്ടേജസ് യൂസ് ചെയ്തിട്ടാണ്. അതായത് റിയൽ സെക്യൂരിറ്റി ഫൂട്ടേജസ്, റിയൽ ഇൻറ്റോഗ്രേഷൻ റൂമിലെ ഫൂട്ടേജസ്, അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, ടെക്സ്റ്റ് മെസ്സേജുകൾ, വീഡിയോ കോൾസ്, ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡോക്യൂ സീരീസ് നിർമ്മിച്ചിട്ടുള്ളത്. നോർമലി ഡോക്യുമെന്ററീസ് എന്ന് പറയുമ്പോൾ ഇന്റർവ്യൂ ത്രൂ, അതോടൊപ്പം തന്നെ റിയൽ ആയിട്ടുണ്ടായ കാര്യങ്ങളെ അവർ ഒരു ഫിക്ഷൻ വഴി റീക്രിയേറ്റ് ചെയ്തിട്ടൊക്കെയാണ് കാണിക്കാറുള്ളത്. പക്ഷേ ഇത് ടോട്ടലി കംപ്ലീറ്റ്ലി റിയൽ ഫൂട്ടേജസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഡോക്യൂ സീരീസ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കൊളറാഡോ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫാമിലി ഉണ്ട്. അതൊരു ഹസ്ബൻഡ്, വൈഫ്, 2 കുട്ടികൾ. പിന്നീട് ഈ വൈഫിനെ ഈ 2 കുട്ടികളെയും കാണാതാവുകയും അതിനുശേഷം ഉണ്ടാകുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണ് ഈ ഡോക്യൂ സീരീസ് പറഞ്ഞു പോകുന്നത്. വളരെയധികം റിയലിസ്റ്റിക് ആയിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയൊരു ഡോക്യുമെന്ററി സീരീസാണ് അമേരിക്കൻ മർഡർ ദി ഫാമിലി നെക്സ്റ്റ് ഡോർ എന്ന സീരീസ്. തീർച്ചയായിട്ടും കണ്ടുപോകുക, നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അടുത്തത് ദി കീപ്പർ. ഒരു കന്യാസ്ത്രീയുടെ കൊലപാതകത്തിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു ഡോക്യൂ സീരീസ് ആണ്. ഇതൊരു കോൾഡ് കേസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. Sister Kathy exemplified this. 1969 ഒരു യങ് ആയിട്ടുള്ള ഒരു നണ്ണ്, ഒരു ഹൈസ്കൂളിൽ ഒരു ടീച്ചറായിരുന്നു. അപ്പം അവരവിടെ ഡ്രാമയും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷും പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയായിരുന്നു. പിന്നീട് അവർ മിസ്സിംഗ് ആവുകയും 1970 അവരുടെ ബോഡി ലഭിക്കുകയും ചെയ്യുന്നു. പക്ഷെ ആരാണ് ഈ ഒരു മർഡറിന് പിന്നിൽ എന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അതിനുശേഷം ആ ഡോക്യുമെന്ററി കാണുമ്പോൾ പലരുടെ ഇൻ്റർവ്യൂസ് നമുക്ക് കാണാൻ പറ്റും. അതായത് ആ സമയത്ത് ആ സ്കൂളിൽ പഠിച്ച പല വിദ്യാർത്ഥികളുടെ ഇൻ്റർവ്യൂസ് നമുക്ക് കാണാൻ സാധിക്കും. ആ ഇൻ്റർവ്യൂസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ആ സ്കൂളിൽ ഒരു പ്രീസ്റ്റ് ഉണ്ടായിരുന്നു. ആ പ്രീസ്റ്റ് പല കുട്ടികളെയും സെക്ഷുവലി അബ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ സിസ്റ്ററിനെ അറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു മർഡർ ഉണ്ടാവുകയും മേ ബി ഈ മർഡറിന് പിന്നിൽ ആ ഒരു കാരണങ്ങളായിരിക്കാം, വേറെ എന്തെങ്കിലും കാരണമാണോ എന്ന്. പക്ഷേ ഇതുവരെ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു തെളിവ് ലഭിക്കുക ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസ് അവസാനിക്കുന്നത് ഒരു കൺക്ലൂഷൻ തരാതെയാണ്. പിന്നെ ഇതിലെ ഓരോ എപ്പിസോഡ് കഴിയും തോറും നമ്മുടെ മുമ്പിൽ ഉത്തരങ്ങളെക്കാളും കൂടുതൽ ചോദ്യങ്ങളാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഒരു പ്രോപ്പർ ഒരു കൺക്ലൂഷൻ ലഭിക്കാതെ, അതായത് ഓപ്പൺ എൻഡിങ് ആയിട്ട് വിട്ടുകൊടുക്കുന്ന ഒരു സീരീസാണ് ദി കീപ്പർ. തീർച്ചയായിട്ടും ഇത് കണ്ടുനോക്കുക. അത്യാവശ്യം ഡിസ്റ്റർബിംഗ് ആണ്, പക്ഷേ കണ്ടു നോക്കുക, ഒരു ഇൻട്രസ്റ്റിംഗ് വാച്ച് തന്നെയാണ്. ഇത് വൈൽഡ് കൺട്രി. ഗുരു ഭഗവാൻ ശ്രീ രജനീഷ് ഓഷോ. നമുക്ക് എല്ലാവർക്കും ഓഷോയെ പറ്റി അറിയാം. ഓഷോയുടെ ബുക്കുകൾ പലരും വായിച്ചിട്ടുണ്ട്. ഓഷോയുടെ പല ആശയങ്ങൾ പല ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓഷോ USA തുടങ്ങി, അതായത് വാസ്കോ കൗണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് രജനീഷ് കമ്മ്യൂണിറ്റി ഓഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സീരീസ് സംസാരിക്കുന്നത് ആ ഒരു കമ്മ്യൂണിറ്റി എങ്ങനെയാണ് അവിടെ ബിൽഡായി വന്നത്, അതിൽ ഓഷോ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഓഷോയുടെ 2 സൈഡും, നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള സൈഡിനെ കുറിച്ചും ഈ ഒരു സീരീസ് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓഷോയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആനന്ദ് ഷീല, ഇവരുടെ ഇൻ്റർവ്യൂസ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഓഷോയുടെ പല ക്ലിപ്പുകളും, പിന്നെ ആ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത സമയത്ത് പല വീഡിയോസും. അതായത് അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. കാര്യം അവർക്ക് സ്വന്തമായിട്ടൊരു ഗവൺമെൻറ് തന്നെ അവർ സ്ഥാപിക്കുകയുണ്ടായി. സ്വന്തം എയർപോർട്ട്, സ്വന്തം സ്കൂള്, സ്വന്തം മെഡിക്കൽ ഫെസിലിറ്റീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓഷോ അവിടെ നിർമ്മിക്കുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ഓഷോയുടെ മോട്ടീവ് എന്താണ്, അങ്ങനെ പല കാര്യങ്ങൾ, അതായത് പല ഒരു സ്വയമേ ഒരു ഭഗവാനായിട്ട് മാറി തീർന്നത് എങ്ങനെയാണ്, അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ ഒരു സീരീസ് സംസാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. വളരെയധികം ഇൻട്രസ്റ്റിംഗും വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സീരീസാണ് വൈൽഡ് കൺട്രി എന്ന് പറയുന്ന സീരീസ്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അടുത്തത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സീരീസാണ്, ഡോക്യൂ സീരീസാണ് ഡോണ്ട് ഫക്ക് വിത്ത് ദി കാറ്റ്സ്, ദ ഹണ്ടിങ് ദി ഇന്റർനെറ്റ് കില്ലർ എന്ന് പറഞ്ഞൊരു ഡോക്യൂ സീരീസ്. ഞാൻ പറയാം, ഞാൻ കണ്ടത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി സിനിമാറ്റിക് ഫീൽ തരുന്ന ഒരു കിടിലൻ സീരീസാണിത്. ചെറിയൊരു സംഭവത്തിൽ തുടങ്ങി വലിയൊരു സംഭവത്തോടെ എത്തിച്ചേരുന്ന ഒരു സീരീസാണ്. കാര്യം ഇതിൻ്റെ ഒരു 1 ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സൈക്കോപാത്തായിട്ടുള്ള ഒരു പുള്ളിക്കാരൻ, അയാൾ
പൂച്ചയെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു വീഡിയോ അയാൾ ഷൂട്ട് ചെയ്യുകയും പിന്നീട് അത് ഇൻ്റർനെറ്റിൽ ഇടുകയും ചെയ്തു. പിന്നീട് ആ വീഡിയോ ഒരുപാട് പെറ്റ് ലവേഴ്സ് കാണുകയും പിന്നീട് അവർ ഈ ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് എൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നു. അപ്പോൾ ഇവർ കണ്ടുപിടിച്ച് അവസാനം വരുമ്പോഴാണ് അറിയുന്നത് ഇയാൾ ഒരു മാനിയാക്കായിട്ടുള്ള ഒരു സൈക്കോ കില്ലറാണെന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു റിവലേഷൻസും അതിനുശേഷം അയാൾ എങ്ങനെയാണ് സൈക്കോ കില്ലറായിട്ട് മാറിയത്, അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയും സംഭവങ്ങളും പ്യുവർ സിനിമാറ്റിക്. എൻ്റെ ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഭയങ്കര എൻ്റർടൈനിങ് ആണ്. ഭയങ്കര എൻ്റർടൈനിങ് പറയാൻ എൻ്റെ ലാസ്റ്റ് ഒരു പാട്ട് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടാണ് പോകുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും വിഷ്വലൈസേഷനും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എക്സാക്ട്ലി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ക ഒരു ത്രില്ലർ പടം കാണുന്ന രീതിയിൽ ഒരു ഫീല് തരുന്ന ഒരു സീരീസാണിത്. കാര്യം ഞാൻ വളരെയധികം പണ്ടാണ് ഈ സീരീസ് കണ്ടത്. അപ്പോഴാണ് എനിക്ക് ഡോക്യുമെൻ്ററി അതിന് മുമ്പ് ഒരു ഡോക്യുമെൻ്ററി എന്ന് പറയുമ്പോൾ ഓക്കെ കുറേ ആൾക്കാരുടെ ഇൻ്റർവ്യൂ അതിൻ്റെ അപ്പുറം അല്ലെങ്കിൽ ഓക്കെ നമുക്ക് എപ്പോഴും ഡോക്യുമെൻ്ററി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ രീതിയിൽ ഇതാവുമല്ലോ. പക്ഷേ ഈ ഡോക്യുമെൻ്ററി കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ നെറ്റ്ഫ്ലിക്സ് ചെയ്യുന്നതൊക്കെ വളരെയധികം ഇൻട്രസ്റ്റിങ്ങും ഭയങ്കരധികം എന്താ പറയുക ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമായിരിക്കും, ഭയങ്കര ഗ്രിപ്പിംഗ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ എനിക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ കണ്ടിട്ടുള്ള ഡോക്യുമെൻ്ററികൾ അതിനുശേഷമാണ് ഡോക്യുമെൻ്ററീസ് ഒരുപാട് കാണാൻ തുടങ്ങിയത്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഡോണ്ട് ഫക്ക് വിത്ത് ദ ക്യാറ്റ്സ്. ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഒരു ഇന്ത്യൻ സീരീസാണ്. എന്നെ പേഴ്സണലി ഒരുപാട് ഹോണ്ട് ചെയ്തതും ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തതുമായിട്ടുള്ളൊരു സീരീസാണ്. കാര്യം അതിൽ വയലൻസ് ഒന്നും തന്നെ ഇല്ല, അല്ലെങ്കിൽ ക്രൈമുണ്ട്, പക്ഷെ വയലൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ബ്ലഡ് ഷെഡ്സ് ഇല്ല, ഗൺ ഫൈറ്റ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഞാൻ കണ്ടത് വെച്ചിട്ടുള്ള ഏറ്റവും ഡാർക്കും ഏറ്റവും ഇമോഷണലി ഹോണ്ട് ചെയ്യുന്നതായിട്ടുള്ള സീരീസാണ് ഹൗസ് ഓഫ് സീക്രട്ട് ദി ബുരാരി ഡെത്ത് എന്ന് പറയുന്ന സീരീസ്. 30 ജൂൺ 2018 ഒരു കുടുംബത്തിലെ 11 അംഗങ്ങൾ തൂങ്ങി മരിക്കുകയുണ്ടായി. അവർ തൂങ്ങി മരിച്ചതാണോ അതോ അവരാരും കൊന്നതാണോ അതോ ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും എന്തെങ്കിലും ബ്ലാക്ക് മാജിക് എന്തെങ്കിലും ആണോ അല്ലോ പ്രേതം വന്നിട്ടാണോ കൊന്നത് അല്ലെങ്കിൽ എന്താണ് ഇതിന് യഥാർത്ഥ റീസൺ എന്ന് ആർക്കും തന്നെ മനസ്സിലാവാത്ത രീതിയിൽ ഒരു സീരീസ്. ഇതിലെ ഓരോ എപ്പിസോഡ് കഴിയുന്തോറും പല ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് കൂടാണ് ഈ കഥ പറയുന്നത്. ഇവരുടെ കുടുംബത്തിലുള്ള പല ആൾക്കാരുടെ ഇൻ്റർവ്യൂസ് ഒക്കെ എടുക്കുന്നുണ്ട്. ആ ഇൻ്റർവ്യൂസിലൊക്കെ പലരും പറയുന്നത് സന്തോഷപരമായിട്ട് ജീവിച്ചൊരു കുടുംബം പെട്ടെന്നൊരു ദിവസം 11 പേര് തൂങ്ങിച്ചാവുന്നു. അത് ഒട്ട് കേട്ട് തന്നെ നമ്മൾ തന്നെ കേട്ടില്ല. കാരണം ഇത്രയധികം സന്തോഷമായിട്ട് പുറമെ ആർക്കും ആ വീട്ടിലെ പ്രശ്നങ്ങൾ അറിയില്ല, അല്ലെങ്കിൽ അവർക്ക് ഫിനാൻഷ്യലി തന്നെ ഒരു ഇഷ്യൂ ഇല്ല. കാരണം നോർമലി പലയിടത്തും സൂയിസൈഡുകൾ കാണാറുള്ളത് ഒന്നെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും വലിയ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ മോസ്റ്റ്ലി ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ടാകുമ്പോഴാണ് ഒരു കുടുംബത്തോടെ ആൾക്കാരൊക്കെ തൂങ്ങി മരിക്കുന്നത്. പക്ഷേ അവരുടെ കുടുംബത്തിൽ ഒട്ടും തന്നെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒന്നുമില്ല. പെട്ടെന്ന് ഒരു ദിവസം അപ്രത്യക്ഷമായിട്ട് അവരെല്ലാം തൂങ്ങി മരിച്ചിരിക്കുന്നു. ഇവരെല്ലാവരും ഒരുപാട് ഭക്തിയോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരും ഭക്തി മാർഗത്തിൽ പോകുന്ന ആൾക്കാരും ഒക്കെയാണ്. പക്ഷെ എന്താണ് ആ കുടുംബത്തിൽ സംഭവിച്ചത് എന്നുള്ള തന്നെ ഒരു സീക്രട്ടാണ് ഈ ഒരു സീരീസിൽ പറയുന്നത്. കുറച്ചധികം എപ്പിസോഡുകളുണ്ട്. എല്ലാ എപ്പിസോഡും ഡിസ്റ്റർബിങ് തന്നെ ഞാൻ പറയും. കാര്യം അതിൽ പല ഫൂട്ടേജുകളും CCTV ഫൂട്ടേജുകളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അതായതിനും അങ്ങനെ കൊലപാതകമായിട്ടൊന്നും കാണിക്കുന്നത് അല്ലെങ്കിൽ ബ്ലഡ് പോകുന്നു അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. പക്ഷേ ഒരു സൈക്കോളജിക്കലി നിങ്ങൾ വളരെയധികം ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സീരീസാണ്. നിങ്ങളത് ഈ സീരീസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് എന്നും നിങ്ങളുടെ മനസ്സിൽ അത് തറച്ച് നിന്ന് നിൽക്കും എന്ന് ഞാൻ പറയും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സീരീസാണ്. നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഇൻട്രസ്റ്റിംഗ് സംഭവം തന്നെയാണിത്. എന്തായാലും ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ മൂവി സജഷൻസിനും സീരീസിന് വേണ്ടിയിട്ടും സീരിയസ് സജഷൻസും അല്ലെങ്കിൽ ഡോക്യുമെൻ്ററീസിന് വേണ്ടിയിട്ടും ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കൂടുതൽ വീഡിയോസ് വേണ്ടി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ബൈ, നന്ദി, നമസ്കാരം, ബൈ.